Welcome to Zach Dreams. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എൻ്റെ മറ്റൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ പോയാലോ? വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. ഇന്നിപ്പം രാവിലെ മുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഞ്ചിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, ഇന്നിപ്പോൾ ചോറൊക്കെ അവിടെ നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം കറി വെക്കുന്നത് ചേനയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്ത ചേന ഇളച്ച സമയത്ത് ഒരു കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് അങ്ങനെ ചേന കറിയായിട്ടൊന്നും ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് വെക്കുന്നത്. മെയിനായിട്ട് ഇവിടെ ഷെഫീഖാക്ക് ഇങ്ങനത്തെ കറികളൊന്നും വലിയ താല്പര്യമല്ല. അപ്പോൾ ഇന്ന് താത്ത ഒരു കഷ്ണം തന്നപ്പോൾ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കറി വെച്ചാൽ എന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് വേവുന്ന ചേനയും കൂടി ആയിരുന്നു കേട്ടോ. ഇപ്പം ചേനയൊക്കെ കിളക്കുന്ന ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് പിന്നെ ഈ ചേന ചേമ്പ് ഇതൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ കൈ നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പം ഞാൻ കവറൊക്കെ ഇട്ട് കയ്യിൽ കവറൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ചേന ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നത്, മുറിച്ചതൊക്കെ. പിന്നെ കഴുകുമ്പോൾ ഇനിയിപ്പോൾ കയ്യിലായാൽ അതിലും വലിയ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്നത്. എന്തായാലും നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചേനയിലൊക്കെ കൂടുതലായിട്ട് നിൽക്കേണ്ടത് മല്ലിപ്പൊടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയോ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കാതെയും ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ ഞാൻ താത്താനോട് ചോദിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് നിൽക്കുന്നത്. അപ്പം വേണമെങ്കിൽ എനിക്കിഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം തക്കാളിയും കൂടെ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചാറാക്കിയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് കറിവേപ്പിലയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വേറെ രീതിക്ക് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് അറിയെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ താത്ത പറഞ്ഞതിന് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു രീതിക്ക് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ചോറിന് കൂട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചേന വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിന് 2 വിസിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാനും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് വേവലുണ്ട്. ഇപ്പോൾ സമയം എപ്പോഴാണ് വെച്ചത് എന്നുള്ളതും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചേനേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ചോറ് വെന്തോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്നാവണം. അപ്പോൾ അതുപോലെ തന്നെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയമായപ്പോഴത്തേക്ക് ഇതാ 2 വിസിലൊക്കെ വന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ലല്ലോ, നമ്മുടെ ചെറിയ ഉള്ളിയിലാണ് ഞാൻ വറവിട്ടെടുക്കുന്നത്. അപ്പം വിസിലൊക്കെ കളഞ്ഞ് കഷ്ണം നോക്കിയപ്പോൾ നല്ലോണം തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു കൊഴുപ്പ് കറിക്ക് ഉണ്ടാവണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം കൂടെ അങ്ങനെ ഉടച്ചു കൊടുത്ത് പറ്റെ അളിപിളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ അതിലങ്ങനെ കടിക്കാൻ പാകത്തിനും കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ചേന ചേമ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ചിലർക്ക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറികളാണല്ലോ അല്ലേ ഇതൊക്കെ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മമാരുടെ അടുത്തൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ കറികളൊക്കെ കൂട്ടലും. അവർ അങ്ങനെ റിസ്ക് എടുത്തിട്ട് എല്ലാ കറികളും ഉണ്ടാക്കുമല്ലോ. തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് പറിച്ച് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പം ഇടയ്ക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഒന്ന് വെച്ച് കൂട്ടി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളിയും കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതാ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് നമ്മളൊരു ബീഫ് കറി വെച്ച ഒരു ഇത് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. ബീഫ് കറി എങ്ങനെയാണോ കഴിക്കുന്നത് ബീഫ് അല്ലാന്നേ ഉള്ളൂ, ചേനയാണെങ്കിലും ആ ഒരു കറീൻ്റെ ടേസ്റ്റാണ് നമ്മൾ കൂടുതൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം ഉണ്ടാവുന്നത്. കടിക്കാണെങ്കിലും കൂട്ടാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചേനക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, നമ്മുടെ സെക്യക്കുട്ടിക്ക് ചെറിയൊരു ടെൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കാലമായി പറയുന്നത്. ഓരോ കുട്ടികളുടെ അടുത്ത് കാണുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടെൻറ്റ് വാങ്ങണം എന്നുള്ളത്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു. ആ ഒരു വെക്കേഷൻ്റെ ടൈമിനായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അത് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ്. ശരിക്കും നമുക്കിവിടെ വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സാധനങ്ങളും വാങ്ങണ്ട വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ പ്രായം കഴിഞ്ഞു പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഒന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ലേ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പുറത്ത് ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ തീരെയും പുറത്തിറങ്ങൂല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഇരിക്കലാണ് കേട്ടോ. അപ്പോൾ അതാ ഫുള്ളായിട്ട് സെറ്റൊക്കെ ചെയ്ത് ഫുള്ള് അവൾ ഉറക്കും ഫുഡ് കഴിക്കലും കളിക്കലും ഒക്കെ അതിൽ തന്നെയാണ്. എന്തായാലും അവൾ ഹാപ്പിയാണ്, കൂടെ ഞങ്ങളും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.